എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ പറയുന്നത് ശിവരാത്രി വ്രതത്തെക്കുറിച്ച് ആണ് പറയുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കൂടുതൽ വ്രതങ്ങൾ പറയുമ്പോൾ അത് അനുഷ്ഠിക്കാനോ അത് ആചരിക്കാനോ ഒന്നും സാധിക്കാതെ വരുന്നതാണ്. അതെല്ലാവരെ കൊണ്ടൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ശിവരാത്രി വ്രതം എടുക്കുന്നവർ 2-3 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. മത്സ്യം, മാംസം, മുട്ട ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക. അതിനുശേഷം ശിവരാത്രി അന്ന് രാവിലെ കുളിച്ച് ഭസ്മം ധരിച്ചു പൂജാമുറിയിൽ ശിവൻ്റെ പടമുണ്ടെങ്കിൽ കൂളത്തിൻ്റെ മാല കെട്ടി വാഴവള്ളി കെട്ടി ചാർത്തുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല. പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതില്ലാത്തവർ ക്ഷേത്രത്തിൽ വന്ന് ധാര കാണുകയും അർച്ചന നടത്തുകയും കൂളത്തിൻ്റെ മാല വാഴവള്ളിയിൽ കെട്ടി കൊടുക്കുകയും അത് ചാർത്തുന്ന കാണുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം വലം വയ്ക്കുമ്പോൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പാദങ്ങൾ അളന്ന് വേണം പ്രദക്ഷിണം ചെയ്യുവാൻ. നമസ്കരിച്ചുകൊണ്ട് പാദങ്ങൾ അളന്ന് 1, 2, 3 ഇങ്ങനെ അളന്ന് പാദങ്ങൾ അളന്ന് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു കൊണ്ടുപോകുന്നത് നല്ലതാണ്. പ്രദക്ഷിണം ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ശിവരാത്രി അന്ന്. അതിന് ശേഷം കരിക്കും വെള്ളം പഴവും കഴിക്കുക. ക്ഷേത്രത്തിൽ കിട്ടുന്ന നിവേദ്യം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കഴിവതും അങ്ങനെ കഴിക്കുക. അതിനുശേഷം രാവിലെ മഹാദേവനെ കാണുകയും തൊഴുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം ഉറങ്ങാൻ പാടില്ല. പിന്നീട് സന്ധ്യയ്ക്ക് ദീപാരാധന കണ്ടതിന് ശേഷം ചന്ദ്രനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ. കൂവളത്തിൻ്റെ വൃക്ഷങ്ങളിൽ ചുവട്ടിൽ വെള്ളം ഒഴിക്കുന്നതും കൂവളത്തിൻ്റെ ഇലയിൽ വെള്ളം തളിക്കുന്നതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. ഈ ശിവരാത്രി നാളിൽ കൂവളത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കുന്നതും ഇലകളിൽ വെള്ളം തളിക്കുന്നതും ഒക്കെ വളരെ നല്ല. പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. ഏകദേശം ഇങ്ങനെ വ്രതം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും. ശിവപ്രീതി ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ തെറ്റുകൂടാതെ ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം വ്രതം പൂർത്തിയായി എന്ന് പറയാം. വ്രതങ്ങൾ പലതുണ്ട്, ഒത്തിരി അനുഷ്ഠാനങ്ങളുണ്ട്. അതൊന്നും ആർക്കും ചെയ്യാൻ സാധിക്കുകയില്ല.